മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ഹരിഹരൻ, ഇതിപ്പോൾ മുഖ്യമന്ത്രിയായാലും റഹീമായാലും ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM നേതാക്കളായാലും ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനാണ് എന്ന നിലയിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ജനങ്ങളെ കൊണ്ടാണ്, ജനങ്ങളെയാണ് യജമാനന്മാരായി കാണുന്നത്. അങ്ങനെ ജനങ്ങളെ യജമാനന്മാരായി കാണുമ്പോൾ, ജനങ്ങളെ മുഴുവൻ തുല്യരായി കാണുമ്പോൾ ആ രണ്ട് യുവാക്കളുടെ വസതിയിലും മുഖ്യമന്ത്രി എത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നു. ഇപ്പോൾ ഈ പറയുന്ന വാദത്തോട് എന്താണ് പ്രതികരണം? ഇല്ല, അതിൽ ഒരു കാര്യം, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും CPM-നെ പോലെ ഒരു പാർട്ടി, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ പോലും വലിയ തോതിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു പാർട്ടിക്ക് ഈ പ്രശ്നം ചർച്ചയാക്കാൻ താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ കുഞ്ഞനന്തനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, കുഞ്ഞനന്തൻ്റെ ഈ പരോളുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലാണ്. കോടതി വിധി പറഞ്ഞിട്ടില്ല. കോടതിയിൽ കിടക്കുന്ന ഒരു കേസിനെ കുറിച്ച് ചാനലുകളിൽ വന്ന് നിരന്തരമായിട്ട് സംസാരിക്കുന്നതിന് സബ് ജുഡീസ് ആണെന്ന് റഹീമിനെ പോലുള്ള ആൾക്ക് അറിയാത്തതുകൊണ്ടല്ലത്. ഇപ്പോൾ കുഞ്ഞനന്തനെ കുറിച്ചാണ് പറയേണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. പെരിയയിലെ കുട്ടികളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് അവരുടെ അതിജീവന തന്ത്രമാണ്. അതിന് നമ്മൾ ചാനലുകളെ കുറ്റം പറഞ്ഞിട്ടോ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം റഹീം ഇവിടെ ഏകപക്ഷീയമായിട്ട് പ്രസംഗിച്ചു. അദ്ദേഹത്തിന് പൊതുയോഗം നടത്താവുന്നതാണ്. ഒരു ചർച്ചയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ട് 1 മണിക്കൂർ സംസാരിക്കുന്നത് എന്താ കാര്യം? മറ്റുള്ളവർക്ക് പറയാനും കേൾക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? ഇത് CPM ചെന്ന് വിട്ടിട്ടുള്ള പ്രതിസന്ധിയുടെ ഭാഗമാണ്. കാരണം ത്രിപുരയെക്കുറിച്ചും ബംഗാളിനെ കുറിച്ച് പറയും. ത്രിപുരയിലും ബംഗാളിലും ആരാണ് ആക്രമണം നടത്തിയത്? ത്രിപുരയിൽ 34 വർഷം ഭരിച്ചൊരു പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ആളുകൾ, പാർട്ടിയുടെ അണികൾ ഉൾപ്പെടെ തൃണമൂലിൻ്റെ കൂടെ നിന്ന് CPM-നെ നേരിടുന്ന സ്ഥിതി വന്നു. ഈ ബംഗാളിൽ അതേ സ്ഥിതി വന്നു. അവിടെ ദശാബ്ദങ്ങൾ ഭരിച്ചതാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയ ആളുകൾ, ത്രിപുരയിൽ BJP-യിലേക്ക് പോയ ആളുകൾ. അത് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചന. ആരാ തകർക്കുന്നത്? ബുദ്ധദേവായിരുന്നില്ലേ അവിടെ ബംഗാളിൽ പാർട്ടിയെ തകർത്തത്? അത് പുറമേ നിന്നുള്ള ആളുകളാണോ? മമതാ ബാനർജിയൊക്കെ വളരെ വൈകി, എത്രയോ കാലത്തിന് ശേഷമാണ് മമതയ്ക്ക് അവിടെ ഒരു ചെറിയ കാല് ചവിട്ടാനുള്ള സ്പേസ് കിട്ടുന്നത്. അവസാനത്തെ 5 വർഷം ബുദ്ധദേവിൻ്റെ. അപ്പോൾ പാർട്ടി സംഘടനയ്ക്കകത്ത് വന്നിട്ടുള്ള ക്രിമിനൽ വൽക്കരണമാണ് പശ്ചിമ ബംഗാളിൽ പാർട്ടിയെ തകർത്തത്, CPM-നെ തകർത്തത്. ത്രിപുരയിൽ അതാണ് സംഭവിച്ചത്. കേരളത്തിലെയും പ്രശ്നമാണ്. കേരളത്തിലെ പാർട്ടിക്കകത്ത്, CPM-നകത്ത് റാങ്ക് ആൻഡ് ഫയലിൽ വലിയ തോതിൽ ക്രിമിനലുകൾ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ക്രിമിനലുകളെ പേടിച്ചിട്ടാണ് പാർട്ടിയുടെ നേതാക്കൾ നടക്കുന്നത്. അതാണ് പ്രശ്നം. മുൻപ് അങ്ങനെ ഒരു അവസ്ഥയില്ല. മുൻപ് ക്രിമിനലുകൾ 1-2 പേരേ ഉള്ളൂ, നേതാക്കൾ നല്ലവർ ഒരുപാടുണ്ട്. ഇപ്പോൾ 98% ക്രിമിനലുകളാണ്. നേതൃത്വത്തിൽ ഉൾപ്പെടെ അവരാണ്, അണികളും അവരാണ്. അതുകൊണ്ട് നേതാക്കൾക്ക് ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല. അവർ മുൻപ് നിങ്ങൾ ആലോചിച്ച് CPM പോലൊരു കേഡർ പാർട്ടിക്ക് മുകളിൽ നിന്നൊരു നിർദ്ദേശം കിട്ടാതെ താഴെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു കേഡർ സംവിധാനമാണ്. അത് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് താഴെ തട്ടുന്ന തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് മുകളിൽ നിന്ന് നിർദ്ദേശമില്ലാതെ, മുകളിൽ നിന്ന് തീരുമാനമില്ലാതെ, മുകളിൽ നിന്ന് സമ്മതമില്ലാതെ, മുകളിൽ നിന്ന് സഹായമില്ലാതെ ഇത് നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. അത് പീതാംബരനോ അല്ലെങ്കിൽ KC രാമേന്ദ്രനോ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളെ അല്ല. അങ്ങനെ ആരും ചെയ്യാറുമില്ല. ആർക്കാ ഒരു കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോയിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം എടുക്കേണ്ട കാര്യം? അവർക്ക് മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉള്ളവരല്ലേ. അത് ആരും ചെയ്യാറില്ല. പക്ഷേ അവരുടെ വീട്ടുകാർ പറഞ്ഞ പോലെ ഇത് പാർട്ടി പറഞ്ഞതുകൊണ്ട് ചെയ്യുകയാണ്. പാർട്ടി പറഞ്ഞുകൊണ്ട് ചെയ്താൽ പാർട്ടിക്ക് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് പാർട്ടി കേസ് കൊളാക്കും. പാർട്ടി അവർക്ക് പറ്റിയ ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കും. പാർട്ടി അവർക്ക് യോജിച്ച രീതിയിൽ കുറ്റപത്രം ഉണ്ടാക്കും. അവർക്ക് പറ്റിയ രീതിയിൽ FIR ഇടും. അവർക്ക് പറ്റിയ പ്രതികളെ കണ്ടുപിടിക്കും. കേസ് പൊളിക്കും. അതാണ് അതിൻ്റെ രീതി. അത് പെരിയയിലെ കൊലപാതക കേസിൽ നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ നടത്തുന്ന എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും എല്ലാ പാർട്ടികളും ഏറെക്കുറെ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇതാണ്. അത് മാറണം എന്നാണ് ഞാൻ പറയുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് ഈ വൃത്തികെട്ട ഒരു രാഷ്ട്രീയ സംസ്കാരമായിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറേ കൂടി ജനാധിപത്യപ്പെടേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളിലും സംവാദങ്ങളും വളർന്നു വരേണ്ടതുണ്ട്. അതിശക്തമായ ആശയ സമരത്തിലൂടെ മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് പറ്റുന്ന ഒരു അവസരമാക്കിയിട്ട് ഈ സംഭവത്തെ മാറ്റാനുള്ള ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ കാണിക്കേണ്ടത് CPM പോലൊരു പാർട്ടിയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ജനങ്ങളിൽ ഏറ്റവും വലിയ സ്വാധീനം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ സതീശൻ പാച്ചേനി, ഇന്നിപ്പോൾ മുല്ലപ്പള്ളി മാധ്യമങ്ങളെ കണ്ടല്ലോ. മുല്ലപ്പള്ളി പറഞ്ഞത് സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുമ്പോൾ കേസെല്ലാം IG ശ്രീജിത്തിനെ ഏൽപ്പിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ഷേപം? ശ്രീജിത്ത് എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ നിരവധിയായിട്ടുള്ള പരാതികളും ആക്ഷേപങ്ങളും പല കേസുകളിലും ഇതുപോലെ വഴിവിട്ട് ഇടപെടുന്നു എന്നുള്ള വലിയ പരാതി കേരളീയ സമൂഹം ഏറെ ശ്രദ്ധിച്ച ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം. സോ അവിടെ അത്തരം ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിച്ചത് ഭരണ നേതൃത്വം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ അദ്ദേഹം കൂട്ടുനിൽക്കും എന്നുള്ളത് തന്നെയാണ് KPCC അധ്യക്ഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഏറെക്കുറെ ഞങ്ങൾക്കെല്ലാമുള്ള ബോധ്യം അത് തന്നെയാണ്.
അതുകൊണ്ടാണ് KPCC അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. കാരണം സത്യസന്ധമായ ഒരു അന്വേഷണം, യഥാർത്ഥത്തിൽ സ്മൃതി ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ IG-യും SP ഒന്നും വേണ്ട, സ്വതന്ത്രമായി ഒരു DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ അന്വേഷിക്കാൻ വിട്ടാൽ അവർ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 3 DYSPമാരുടെ സംഘത്തെ ആദ്യം നിയോഗിച്ചു. ഒരാൾ അതിനകത്ത് കോൺഗ്രസ് അനുഭവമുള്ള ഉദ്യോഗസ്ഥനുണ്ട്, അങ്ങനെ കേട്ടറിവ്, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയാൾ ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ചു ഈ അന്വേഷണ സംഘത്തിലെ. എന്താ കാരണം? അപ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്കുള്ളത്? അതുകൊണ്ട് IG അല്ല, ADGP അല്ല, പോലീസിൻ്റെ കൈ കെട്ടിയിട്ട് നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? പിണറായി വിജയൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പോലീസിനെ കൊണ്ട് കഴിയില്ല. കാരണം പിണറായി വിജയന് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇനി അയാൾ എത്ര ആത്മാർത്ഥമായി വിചാരിച്ചാലും, അയാൾ ഇതിനെതിരാണെന്ന് പറഞ്ഞാലും, അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് ഇനി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്ന് വെക്കുക, CPM എന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതി കൂടിയായിരുന്നു അദ്ദേഹം. എങ്ങനെ കോടിയേരിക്ക് അങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കും? ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസ് ഏത് കേസാ? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക റഹീമില്ല, വിജ്ഞാനത്തിന്റെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണം പറയരുത്. എനിക്കൊണ്ട് നിൽക്കാനില്ല സാറേ, അങ്ങ് വ്യക്തമാക്കി തന്നാൽ മതി. അറിയില്ലാത്ത ചോദിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് ഈ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. ആരാണ് പഠിപ്പിച്ചത്? ഏത് രാഷ്ട്രീയ കൊലപാതകം? കേരളത്തിൽ ആദ്യമായി മൊയ്യാരത്ത് ശങ്കരനെ മറന്നു പോകരുത്. കേരള അല്ലല്ല, ഒരു മിനിറ്റ്, താങ്കൾ നേരത്തെ മൊയ്യാരത്ത് ശങ്കരനെ മറക്കരുത്. ജയിലിൽ വെച്ചാണ് മൊയ്യാരത്ത് ശങ്കരൻ മരണപ്പെട്ടത്. റഹീമിനേക്കാൾ ചരിത്രബോധം എനിക്കുണ്ട്. റഹീമിനേക്കാൾ ചരിത്രബോധം എനിക്കുണ്ട്. മൊയ്യാരത്ത് ശങ്കരൻ മരണപ്പെട്ടത് ജയിലിലാണ്. ശങ്കരൻ മരണപ്പെട്ടത് ജയിലിൽ വെച്ചാണ്. ജയിലിൽ വെച്ചാണ് മരണപ്പെട്ടത്. നിങ്ങൾ പഠിച്ചതല്ല, നിങ്ങൾ മനസ്സിലാക്കിയാണ്. വിവരമുള്ള ആളായി നടിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പരമ്പത്ത് കൂലി പ്രഖ്യാപിച്ച കോടിയേരി ബാലകൃഷ്ണൻ, പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബോംബുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഈ പാർട്ടിയുടെ തലപ്പത്തുണ്ടാകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊലപാതക രാഷ്ട്രീയത്തെ കഴിയില്ല. റഹീമിനെ പോലുള്ളവർ ഈ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തവരാണ്, എനിക്കറിയാം. പക്ഷേ ഈ വടക്കൻ കേരളത്തിലെ നേതൃത്വം, കേരളത്തിലെ CPM നേതൃത്വം ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ്. നിങ്ങൾ എത്ര ആവർത്തിച്ച് വാദിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കണം. സതീശൻ പാച്ചേനി, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശുദ്ധ അസത്യങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്നു ഞങ്ങളുടെ പാർട്ടി നേതാക്കളാകെ മഹാകുഴപ്പക്കാരാണെന്ന്. ഞാൻ മമ്പറം ദിവാകരൻ കേരളത്തിലെ ചരിത്രത്തിലെ പറഞ്ഞുതരാം. അരമിനിറ്റ്. മമ്പറം ദിവാകരന്റെ കാര്യം എന്താണെന്ന് അറിയോ? റഹീമിന്റെ ധാരണ, റഹീം 3 ദിവസമായി ചോദിക്കുന്നു. മമ്പറം ദിവാകരൻ 976 CPM പ്രവർത്തകൻ രാഘവൻ കൊല്ലപ്പെട്ട കേസാണ് മമ്പറം ദിവാകരന്റെ കേസ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ദിനേശ് പിടിക്ക് നേരെ ഒരു അക്രമം നടക്കുന്നു എന്നുള്ള ഒരു സംഘർഷം അറിഞ്ഞുകൊണ്ടാണ് ശ്രീ മമ്പറം ദിവാകരൻ ആ പ്രദേശത്തെത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ നിരന്തരമായി ഞാൻ പറയുന്നത് കേൾക്കൂ. പരിക്ക് പറ്റിയ റഹീം, ഞാൻ മമ്പറം ദിവാകരൻ ശിക്ഷ അനുഭവിച്ചു. പുറത്തിറങ്ങിയ കൊലക്കേസ് പ്രതിയായ മമ്പറം ദിവാകരനെ നിങ്ങൾ കൈപ്പത്തിച്ചിട്ട് കൊടുത്ത് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു. തീരുന്നില്ല. ഒരു കാര്യം കൂടി കേട്ടോ, കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ബോംബെറിഞ്ഞൊരു മനുഷ്യനെ കൊന്ന കേസാണ് മമ്പറം ദിവാകരൻ പ്രതിയായ കേസ്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സാധുവിനെ കൊന്ന കേസാണ് മമ്പറം കേസ്. ദയവ് ചെയ്ത് നിർത്തൂ. IG ശ്രീജിത്തിനെ ഏൽപ്പിക്കുന്നത്, കേസ് ഏൽപ്പിക്കുന്നത് അട്ടിമറിക്കാനാണ് എന്നാണ് ഇവരുടെ ആക്ഷേപം. എന്തിന് IG ശ്രീജിത്തിനെ ഏൽപ്പിക്കണം? അവർക്ക് വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഏൽപ്പിക്കാനുള്ള ആത്മാർത്ഥത ഇക്കാര്യത്തിൽ ചെയ്യാവുന്നതല്ലേ സർക്കാരിന്? ഇതൊക്കെ പച്ചക്കള്ളമാണ് പോലീസ് മന്ത്രിയായിരുന്ന അദ്ദേഹം പറയുന്നത്. ഡോക്ടർ ശ്രീനിവാസാണ് അവിടുത്തെ SP. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിൽ അദ്ദേഹത്തിന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റം വന്നപ്പോൾ ഉണ്ടായ സാങ്കേതികമായ മാറ്റം അതാണ് ഞാനത് മനസ്സിലാക്കുന്നത്, പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വേറൊന്നുമല്ല,
ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ, കുറ്റവാളികളെ പിടിക്കണം എന്നതിനല്ല കോൺഗ്രസിന്റെ പ്രയോറിറ്റി. വെറുതെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി CBI എൻക്വയറി എന്ന് പറഞ്ഞ് ഇതിനെ വീണ്ടും രാഷ്ട്രീയ പ്രതലത്തിൽ ലൈവായി നിർത്താനാണ്, ലൈവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ കൊന്നിട്ട് ഞങ്ങളെ 2 കുട്ടികളെ കൊന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിരിക്കണം. പ്രതികളെ പിടിക്കാം. നിങ്ങളുടെ കുട്ടികൾ മാത്രമല്ല, അവർ കേരളത്തിന്റെ കുട്ടികളാണ്. ആ കൊല്ലപ്പെട്ട പെരിയയിൽ കൊല്ലപ്പെട്ട 2 പേർക്കും നീതി ലഭിക്കണമെന്ന് കോൺഗ്രസുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പേർക്കും സമ്മതിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ നീതിയുടെ പക്ഷത്ത് നിന്നിട്ടാണ് എന്നൊന്നും കരുതുന്നില്ല. പക്ഷേ ഒച്ച വെച്ചിട്ട് ഈ ചർച്ച ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.